ഇന്ത്യയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പോപ്പുലർ എസ് യു വി സെഗ്മെൻറ്റാണ്. ഇതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് സബ് 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി സെഗ്മെൻറ്റിലാണ്. ഈ സെഗ്മെൻറ്റിലെ മാരുതിയുടെ വിറ്റാറ ബ്രസയ്ക്ക് ഡീസൽ എഞ്ചിൻ മാത്രമാണ് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് മാരുതി ഡീസൽ എഞ്ചിൻ ഉപേക്ഷിച്ചപ്പോൾ ബ്രസയ്ക്ക് ചെറിയൊരു ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ഇതിന് ശേഷം ഒരു പുതിയ പെട്രോൾ എഞ്ചിനും ഒരു ഫേസ് ലിഫ്റ്റുമായിട്ടാണ് ബ്രസ തിരിച്ചു വന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മാരുതി സുസുക്കി വിറ്റാറ ബ്രസ 2021 ഓട്ടോമാറ്റിക് മോഡലാണ്. യു ആർ വാച്ചിങ് ഓട്ടോ ബീയിങ് ലെറ്റ്സ് ബ്രീത്ത് ഓട്ടോ. ഫേസ് ലിഫ്റ്റിൽ ഡിസൈനിൽ വന്ന പ്രധാന മാറ്റം ഫ്രണ്ടിലാണ്. ഗ്രില്ലിൻ്റെ പകരം ഒരു ക്രോം സ്ട്രിപ്പാണ് കൊടുത്തിരിക്കുന്നത്. ഹെഡ് ലാമ്പ് ട്വിൻ LED പ്രൊജക്ടർ സെറ്റപ്പാണ്. ഹെഡ് ലാമ്പിന് താഴെ കൊടുത്തിരിക്കുന്ന DRL ബൈ ഫങ്ഷണലാണ്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പാണ് വരുന്നത്. പുതിയ ഫോഗ് ലാമ്പ് ഹൗസിങ്ങും LED ഫോഗ് ലാമ്പുമാണ് വരുന്നത്. നമ്പർ പ്ലേറ്റ് ഹൗസിങ്ങിന് താഴെ സ്കിഡ് പ്ലേറ്റ് പോലെ ഒരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ബോണറ്റിൽ കൊടുത്തിരിക്കുന്ന ലൈന് ഗ്രില്ലുമായിട്ട് മെർജ് ചെയ്യുന്നുണ്ട്. SUV ലുക്ക് കൊടുക്കാനായിട്ട് ബ്ലാക്ക് ക്ലാഡിങ് വണ്ടിക്ക് ചുറ്റും കൊടുത്തിട്ടുണ്ട്. വൈപ്പേഴ്സ് ഓട്ടോമാറ്റിക്കാണ്. റിയർ വ്യൂ മിററിന് ഓട്ടോ ഫോൾഡിംഗ് ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് റിയർ വ്യൂ മിററിലാണ് കൊടുത്തിരിക്കുന്നത്. 2 ഫ്രണ്ട് ഡോറിലും റിക്വസ്റ്റ് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഡയമണ്ട് കട്ട് അലോയ് വീൽസ് 16 ഇഞ്ചാണ്. ഇതിന് പുതിയ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ടോപ്പ് വേരിയൻറ്റിൽ ഡ്യുവൽ ടോൺ കളർ ഓപ്ഷൻ വരുന്നുണ്ട്. ഇതിന് ബ്ലാക്ക് റൂഫാണ് വരുന്നത്. SUV എലമെൻ്റായ റൂഫ് റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സിൽവർ കളറാണ്. ടെയിൽ ലാമ്പ് യൂണിറ്റിൽ ബ്രേക്ക് ലൈറ്റ് മാത്രമാണ് LED. വിറ്റാറ ബ്രസ ബാഡ്ജിങ് കൊടുത്തിരുന്നത് ക്രോം സ്ട്രിപ്പിലാണ്. ഓട്ടോമാറ്റിക് വേരിയൻസിൽ സ്മാർട്ട് ഹൈബ്രിഡ് ടെക്നോളജി വരുന്നുണ്ട്. ഇതിൽ ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ബ്രേക്ക് എനർജി റീജനറേഷൻ, ടോർക്ക് അസിസ്റ്റ് എന്നീ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. ഹിൽ ഹോൾഡ് വരുന്നതും ഓട്ടോമാറ്റിക്കിൽ മാത്രമാണ്. മുകളിലായിട്ട് സ്പോയിലറും അതിൽ തന്നെ ഹൈമൗണ്ട് സ്റ്റോപ്പ് ലാമ്പും കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വേരിയൻസിൽ റിയർ വൈപ്പർ, വാഷർ, ഡിഫോഗർ എന്നിവ കൊടുത്തിട്ടുണ്ട്. ബമ്പറിലായിട്ട് 4 പാർക്കിംഗ് സെൻസേഴ്സും താഴെയായിട്ട് ഡിഫ്യൂസർ പോലൊരു ഭാഗം കൊടുത്തിട്ടുണ്ട്. ബൂട്ട് ഓപ്പൺ ആക്കേണ്ട 2 സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാർ അൺലോക്ക് ചെയ്യാനും മറ്റത് ബൂട്ട് അൺലോക്ക് ചെയ്യാനും. ഒരു പാഴ്സൽ ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇത് ഫോൾഡബിൾ ആണ്. ബൂട്ട് കപ്പാസിറ്റി വരുന്നത് 328 ലിറ്ററാണ്. സൈഡിലായിട്ട് 12 വോൾട്ട് സോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ലൈറ്റ്, ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. 2 സൈഡിലും കമ്പാർട്ട്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. സ്പെയർ വീല് അലോയല്ല, സ്റ്റീൽ വീലാണ്. ബാക്ക് സീറ്റ് 60/40 സ്പ്ലിറ്റ് ചെയ്യാവുന്നതാണ്. ബാക്കിലെ ഡോർ പാഡിൽ ഒരു ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഡ്രൈവിംഗ് സീറ്റ് എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ഇത്ര ലെഗ് റൂമും അത്യാവശ്യം ഹെഡ് റൂമും കിട്ടുന്നുണ്ട്. ഡ്രൈവർ സീറ്റിൻ്റെ പുറകിലായിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിന് 3 കിലോ വേണം മാക്സിമം താങ്ങാവുന്ന വെയിറ്റ്. ഇതിന് താഴെയായിട്ടൊരു മാഗസിൻ പോക്കറ്റും കൊടുത്തിട്ടുണ്ട്. കാല് സ്ട്രെച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് സീറ്റ് ഉണ്ടെങ്കിൽ സ്പേസ് ഉണ്ട്. ബാക്ക് സീറ്റിൽ 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. മിഡിൽ പാസഞ്ചറിൻ്റെ ഹെഡ് റെസ്റ്റ് വരുന്നില്ല. കൂടാതെ ഒരു ആംറെസ്റ്റും വരുന്നുണ്ട്. ഇതിൽ 2 കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട്. പാഴ്സൽ ഷെൽഫ് ബാക്ക് സീറ്റിൽ നിന്ന് ഓപ്പൺ ചെയ്ത് ബൂട്ട് ആക്സസ് ചെയ്യാവുന്നതാണ്. ഫ്രണ്ട് ഡോർ പാഡിൽ ഒരു ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. കൂടാതെ ഒരു മാപ്പ് പോക്കറ്റും ഉണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഡ്രൈവർ സൈഡ് മാത്രമാണ് ഓട്ടോ അപ്പ് ഓട്ടോ ഡൗൺ ഉള്ളത്. എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫംഗ്ഷൻ ഓഫ്, മിറർ കൺട്രോൾസ്, ഹെഡ് ലാമ്പ് ലെവലർ, ഇത്രയാണ് കൊടുത്തിരിക്കുന്നത്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ലെഗ് റെസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്. ടോപ്പ് വേരിയൻസിൽ ഡ്രൈവർ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിംഗ് ടിൽറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. സ്റ്റിയറിങ്ങിന് ലെതർ റാപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ തന്നെ ലെഫ്റ്റ് സൈഡിൽ മീഡിയ കൺട്രോൾസും റൈറ്റ് സൈഡ് ക്രൂയിസ് കൺട്രോളും കൊടുത്തിട്ടുണ്ട്. മീറ്റർ കൺസോളിലേക്ക് വന്നു കഴിഞ്ഞാൽ 2 അനലോഗ് ഡയൽസാണ് വരുന്നത്. ഒന്ന് ടാക്കോമീറ്ററിനും ഒന്ന് സ്പീഡോമീറ്ററിനും. നടുക്കായിട്ട് ഒരു MID ഉണ്ട്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലേക്ക് വന്നാൽ ഇത് ഒരു 7 ഇഞ്ച് യൂണിറ്റാണ്. ഇതിൽ ആപ്പർ കാർപ്ലേയും അണ്ടർ ഓട്ടോയും സപ്പോർട്ടാണ്. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിന് ഷോർട്ട് കട്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. ഇത് ടച്ച് സെൻസിറ്റീവ് ആണ്. ഇതിന് താഴെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. മീഡിയയ്ക്കായിട്ട് USB പോർട്ടും ഓക്സ് പോർട്ടും കൊടുത്തിട്ടുണ്ട്. അതിനടുത്തായിട്ട് 12 വോൾട്ട് സോക്കറ്റും ഉണ്ട്. ഇതാണ് 4 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സിൻ്റെ ഗിയർ സെലക്ടർ. ഇതിൽ പാർക്കിംഗ്, റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്, 2L ഇത്ര ഓപ്ഷൻസാണുള്ളത്. ഇതിൽ 2ഉം Lഉം കൂടുതൽ ടോർക്ക് വേണ്ടപ്പോൾ ഉപയോഗിക്കേണ്ടതാണ്, പ്രത്യേകിച്ച് കയറ്റം കയറുമ്പോഴൊക്കെ. ഗിയർ സെലക്ടർ ഷിഫ്റ്റ് ലോക്ക് മെക്കാനിസം ഉള്ളതാണ്. ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്താൽ മാത്രമേ ബാറ്ററി ഡൗൺ ആയാൽ ടോ ചെയ്യാനും മറ്റും ന്യൂട്രലിലേക്ക് ഇടാൻ പറ്റൂ. ഗിയർ സെലക്ടറിൻ്റെ സൈഡിലുള്ള ഓവർ ഡ്രൈവ് അല്ലെങ്കിൽ OD ബട്ടൺ പ്രസ് ചെയ്താൽ ഓവർ ഡ്രൈവ് ഓഫ് ആകും. അതായത് കാറ് ടോപ്പ് ഗിയറിലേക്ക് പോവില്ല. ഇറക്കം ഇറങ്ങുമ്പോഴും മറ്റും എഞ്ചിൻ ബ്രേക്കിംഗ് ലഭിക്കാൻ വേണ്ടിയാണിത്. ഒരിക്കൽ കൂടി ഈ ബട്ടൺ പ്രസ് ചെയ്താൽ ഓവർ ഡ്രൈവ് ഓൺ ആകും. ഇൻഡിക്കേഷൻ MIDയിൽ കാണിക്കുന്നുണ്ട്. ഹാൻഡ് ബ്രേക്കിനടുത്തായിട്ട് 2 കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആംറസ്റ്റ് കൊടുത്തിരിക്കുന്നത് സ്ലൈഡ് ചെയ്യാവുന്നതാണ്. ഇതിനിടയിലായിട്ടൊരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് സീറ്റിൻ്റെ കംഫർട്ട് നോക്കിയാൽ നല്ല സൈഡ് ബോൾസേഴ്സ് ഉള്ള സീറ്റാണ്. അതുപോലെ തൈ സപ്പോർട്ടും നല്ലതാണ്. ഗ്ലൗ ബോക്സ് ഡീസൻറ്റ് സൈസ് ഉള്ളതാണ്. അതിന് മുകളിലായിട്ട് സ്റ്റോറേജ് സ്പേസ് ഉള്ളത് കൂളിംഗ് ഫംഗ്ഷൻ ഉള്ളതാണ്. IRVM ഓട്ടോ ഡിമ്മിംഗ് ആണ്. മുകളിലായിട്ട് സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. കൂടാതെ 2 ലൈറ്റ്സും ഉണ്ട്.
പാസഞ്ചർ സൈഡ് സൺവൈസറിൽ ഒരു വാനിറ്റി മിററുണ്ട്, അതിനടുത്തായിട്ട് ലൈറ്റും ഉണ്ട്. ഡ്രൈവർ സൈഡ് സൺവൈസറിൽ ടിക്കറ്റ് ഹോൾഡറാണ് കൊടുത്തിരിക്കുന്നത്. എഞ്ചിൻ സ്പെക്കിലേക്ക് വന്നാൽ ഇതിൽ വരുന്ന ഒരു 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 103 BHPയും 138 ടോർക്കുമാണ്. ഗിയർ ബോക്സ് ഓപ്ഷൻ വരുന്നത് ഒരു 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഒരു 4 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ യൂണിറ്റുമാണ്. എഞ്ചിൻ പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 5000 RPM വരെ വണ്ടി നന്നായിട്ട് പുൾ ചെയ്യുന്നുണ്ട്. 3000 RPM കഴിയുമ്പോഴത്തേക്കും എഞ്ചിൻ നോയ്സ് കുറച്ച് റഫ് ആവുന്നുണ്ട്. അതിന് താഴേക്ക് എഞ്ചിൻ വളരെ റിഫൈൻഡ് ആണ്. ഗിയർ ബോക്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതൊരു 4 സ്പീഡ് ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ യൂണിറ്റാണ്. ഇതിൻ്റെ ഗിയർ ഷിഫ്റ്റ്സൊക്കെ സ്മൂത്താണ്, സാധാരണ സ്പീഡുകളിലൊക്കെ അറിയാനേ ഇല്ല. സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രലിൽ ചെറുതായിട്ടൊരു പ്ലേ ഉള്ളവരെ തോന്നുന്നുണ്ട്. സ്പീഡ് കൂടുമ്പോൾ സ്റ്റിയറിംഗ് ലൈറ്റ് ആവുകയാണ് ചെയ്യുന്നത്. യു ടേൺ എടുക്കുമ്പോൾ കുറച്ച് ഹെവിയുമാണ്. മോശം റോഡുകളെയൊക്കെ സസ്പെൻഷൻ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അധികം കുഴികളൊന്നും നമുക്ക് അകത്തേക്ക് ഫീൽ ചെയ്യുന്നില്ല. സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കിയാൽ ABS + CBD, ഡ്യുവൽ ഫ്രണ്ട് എയർ ബാഗ്സ്, ഐസോഫിക്സ് ചൈൽഡ് ആങ്കറേജ് ഇത്രയും സ്റ്റാൻഡേർഡ് സേഫ്റ്റി ഫീച്ചറാണ്. കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് മാനുവലിന് 17.03 km/ലിറ്ററും ഓട്ടോമാറ്റിക്കിന് 18.76 km/ലിറ്ററുമാണ്. സ്റ്റാൻഡേർഡ് വാറണ്ടി കവറേജ് വരുന്നത് 2 വർഷം അല്ലെങ്കിൽ 40,000 കിലോമീറ്ററാണ്. ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് 5 വർഷവും 1,00,000 കിലോമീറ്റർ വരെ ആക്കാവുന്നതാണ്. മറ്റ് കോമ്പറ്റീറ്റേഴ്സ് വമ്പൻ ഫീച്ചർ ലിസ്റ്റുമായിട്ട് വരുമ്പോൾ വിറ്റാറ പ്രസ വരുന്നത് മാരുതി സുസുക്കിയുടെ റിലയബിലിറ്റിയും റീസെയിൽ വാല്യൂയും വൈഡ് സർവീസ് നെറ്റ്വർക്കൊക്കെ വെച്ചിട്ടാണ്. ഇന്ന് നമുക്ക് റിവ്യൂ ചെയ്യാനായിട്ട് വണ്ടി തന്ന് മാരുതി സുസുക്കി അരീന മൂവാറ്റുപുഴയാണ്. വണ്ടിയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.